എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? നവംബർ 1 നമ്മുടെ കേരള പിറവി ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ. എല്ലാവരും നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇപ്പൊ നാട്ടിലൊക്കെ പോകാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കണം നമ്മൾ എല്ലാവരും. എന്താ ചെയ്യുക? പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും നാട്ടിൽ പോകാൻ പറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. അതായത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കറി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ മതി, പക്ഷെ അതേസമയം നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ പൂരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഇവൻ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് നമ്മൾ പൊട്ടറ്റോ സാഗു എന്നാ പറയാ. പേരൊന്നും കേട്ട് പേടിക്കുന്നു വേണ്ട. നമ്മുടെ വീട്ടിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ സാഗു തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് സാഗു, പൊട്ടറ്റോ സാഗു. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് പൊട്ടറ്റോ ആണ്. ഈ പൊട്ടറ്റോ ഞാൻ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മീഡിയം പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. നിങ്ങൾക്കിപ്പോൾ നെയ്യ് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ നോർത്ത് ഇന്ത്യൻ, ഇത് ശരിക്കും പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതേസമയം നമുക്കിപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മീഡിയം ടെമ്പറേച്ചറിലാണ് ഞാൻ തീ ഓൺ ചെയ്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകം. അപ്പം നിങ്ങളുടെ അടുത്ത് ഹോളായിട്ടുള്ള ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും ഇത് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് പെരുംജീരകമൊക്കെ ഒന്ന് നല്ലൊരു വാസന വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഗരം മസാല ചേർക്കാന്ന് പറഞ്ഞല്ലോ. ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാനിതിലോട്ട് ഒരു ചെറിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളകാണ്. പച്ചമുളക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ പച്ചമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പം അതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കേണ്ടത്, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാകും. ഇതിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ പൊടികളാണെങ്കിലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, വേറെ പൊടികളും ഇല്ല. ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഞങ്ങളിവിടെ സിലിക്കൺ ഓയസിൽ വന്ന സമയത്ത് ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. പൂരി ബാജിയൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ തന്നിരുന്ന ഒരു കറിയായിരുന്നത് ഈ സാഗു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദമ്മാലു കാശ്മീരി, അത് രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ സിൽക്ക് റൂട്ട് എന്നായിരുന്നു പേര്. അതിപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പം അത് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ റെസിപ്പി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വെങ്കടേഷ് ഭട്ടിൻ്റെ ആണ്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ റെസിപ്പി കോട്ടസ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ കുറയ്ക്കാം, ചെറിയ തീയിലോട്ട് മാറ്റാം. അതിനുശേഷം അതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 തരത്തിലുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതായത് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്, സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് മാറ്റം വരുത്തിയാൽ മതിയാകും. അപ്പോൾ അതിലോട്ട് കാശ്മീരി മുളക് പൊടി ഞാൻ 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്ര പൊടികളെ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിയാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മുടെ തീ കുറയ്ക്കാൻ പറയുന്നത്. ചെറിയ തീയിലിട്ടതിന് ശേഷം വേണം ഇത് വാട്ടിയെടുക്കാൻ. പച്ചമണം മാറുന്ന വരെ, അതായത് ഒരു 2-3 മിനിറ്റ് ഈ ചെറിയ തീയിലിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു നല്ല റെഡിഷ് കളറായിരിക്കും ഈ കറി. നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, ഇത്രേ പൊടികളേ ഉള്ളൂ. നന്നായിട്ട് വാടി വരട്ടെ. അദ്ദേഹം ഇതിൽ കുറച്ച് വലിയ സവാള ചെറുതാക്കി ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇടുന്നില്ല. ഞാനിപ്പോൾ ഇത്ര സവാള ചേർക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എന്ന് പറഞ്ഞാൽ 2 തക്കാളി, 2 മീഡിയം തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് വീണ്ടും തീ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുക്കാവട്ടെ. ഓവറായിട്ട് അങ്ങ് ഉടഞ്ഞു പോകണ്ട. തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടുന്നതിന് കുറച്ചും കൂടി നന്നായിരിക്കും. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് കുക്കാവുക വേണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം, പക്ഷെ ഞാൻ അടച്ചു വെക്കുന്നില്ല. നന്നായിട്ട് തക്കാളി ഒന്ന് കുക്കാവട്ടെ. നമ്മുടെ കറി ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക്, അതായത് തക്കാളി അത്യാവശ്യം കുക്കായിട്ടുണ്ട്, എന്നാൽ അതേസമയം ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നമ്മുടെ വേവിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒന്ന് ചെറിയ കഷ്ണങ്ങളൊന്ന് കടിക്കാനും കിട്ടണം, അതേസമയം നന്നായിട്ട് മിക്സ് ആവാൻ വേണം. 5 മിനിറ്റ് ഇതിൽ ആദ്യം കിടന്നിട്ട് നന്നായി കുക്കാവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഇച്ചിരി ലൂസായിരിക്കുന്ന കറിയാണ്, അതായത് നമ്മുടെ പൂരി ഭാജിയുടെ പോലെ അത്ര കട്ടിയുള്ള കറിയല്ല. ഇത് ശരിക്കും കുറച്ച് ലൂസായിരിക്കണം, അതേസമയം ഒരുപാട് ലൂസല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. എന്നാലും ഒരു സെമി ഗ്രേവിയാണ് നമ്മുടെ ഈ സാഗു എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്, പച്ചവെള്ളമല്ല. ഒരു 2-3 മിനിറ്റ് ഇത് കിടന്നിട്ട് കുക്കായതിനു ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ സാധാരണ രീതിയിൽ ഞാൻ കറികളിലെല്ലാം പഞ്ചസാര ഇടുന്ന ഒരാളാണ്, ചെറിയ ഒരു നുള്ള്. പക്ഷേ ഈ കറിയിൽ ഞാൻ പഞ്ചസാര ഇടുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിൽ പഞ്ചസാര ഇടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് ഇതിൽ ചേർക്കുന്നില്ല, കാരണം പഞ്ചസാര ചേർക്കുമ്പോൾ ആകെ വേറൊരു ടേസ്റ്റിലോട്ട് മാറുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. 2-3 മിനിറ്റോളം ഇത് കിടന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ചൂടുവെള്ളം ഒഴിക്കാനാണ് കേട്ടോ. എത്ര ചാറ് വേണം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരുത്താം. നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. കുറച്ച് നേരം ഇതിൽ കിടന്നൊന്ന് കുക്കാവണം, എന്നാലാണ് അത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. 2.5, കാരണം പൊട്ടറ്റോ ആയതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തിക്കായിട്ട് മാറും നമ്മുടെ ഗ്രേവി. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ കുഴപ്പമില്ലാത്ത വെള്ളമാണ്, അതായത് 2.5 ഗ്ലാസ് വെള്ളം. ഇനി നന്നായിട്ട് ഇത് കിടന്നിട്ട് ഒരു 5 മിനിറ്റോളം കുക്കാവട്ടെ. നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ആയിട്ട് വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, അതായത് ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പ് വേണം, പക്ഷേ എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇച്ചിരി സ്പൈസിയാണ് പ്രിഫർ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് സ്പൈസി കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മുളകിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകട്ടെ. ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒട്ടും സ്പൈസി ആയിരുന്നില്ല. കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു കഴിക്കുമ്പോൾ ഒരു കിക്കില്ലാത്ത പോലെ മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യത്തിന് എരിവും പുളിയും ഒക്കെ ഉണ്ട്. ഇത് ചെറിയൊരു പുളി രസമുള്ള ഒരു കറിയാണ്. അപ്പോൾ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 2 നുള്ള് നല്ല മുളക് പൊടി ഇട്ടാൽ മതി. പച്ചമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ സ്പൈസ് ലെവൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, നല്ലൊരു ചൊടി കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ്. നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് മല്ലിയില ചേർക്കുന്നു, കറിവേപ്പില ചേർക്കുന്നില്ല. കറിവേപ്പില ചേർത്തുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ നന്നായിട്ട് ഇതിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. നമ്മുടെ കറി അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഞാനൊരു 8 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലും വേണമെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഓഫ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് വീണ്ടും ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ലൂസായിരിക്കുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ തിക്കായി കഴിഞ്ഞാൽ ആകെ കട്ട പിടിക്കും. തണുത്ത് കഴിയുമ്പോൾ അത് ശ്രദ്ധിക്കുക. പൂരിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. പൂരി ഉണ്ടാക്കിയിട്ട് വേണം. ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ഈവൻ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അവസാനമായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളിയുടെ ചെറിയ പീസ് അതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. അത് കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചെറിയ പാതി വെന്തിരിക്കുന്ന തക്കാളി, പക്ഷെ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിൽ അഥവാ എരി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു പച്ചമുളക് മുറിച്ചിടാവുന്നതേ ഉള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പം അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഇനി ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി സൂപ്പറായിട്ട് ഉണ്ട്. ഇത് ആണല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ സാഗു എല്ലാവരും തയ്യാറാക്കി നോക്കുക. പൂരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്